എന്നും കാണും ഞാനാ സന്നിധി. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഫാമിലി ട്രിപ്പാണ്. ഒരുപാട് നാൾ ആഗ്രഹിച്ചൊരു ട്രിപ്പാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുങ്ങി വെള്ളക്കുപ്പിയും പിന്നെ അവല് വറുത്തുകാണ്ട് ശർക്കര ഒക്കെ ഇട്ടുകാണ്ട് വറുത്ത അവലും എല്ലാവരും ഓരോ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മായി 4 പെങ്ങന്മാർ അവരൊക്കെ ആദ്യം വണ്ടിയിൽ കയറിയിട്ട് അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ ഞങ്ങൾ മാത്രമാണ് ലാസ്റ്റ് കയറാനുള്ളത്. അപ്പോൾ ബസ് ഇപ്പോൾ വരും. വൈലത്തൂർ വേങ്ങര അവിടെ നിന്നൊക്കെയാണ് അമ്മായിയും വൈലത്തൂത്ത് അമ്മായി വേങ്ങരന്ന് അമ്മായിൻ്റെ എല്ലാവരും കൂടി എല്ലാ ഫാമിലിയും അവിടെ ഉണ്ട്. ലാസ്റ്റ് ഞങ്ങൾ മാത്രമേ കയറാനുള്ളൂ. ഞങ്ങൾ കുട്ടാട്ടിൽ 5 അനിയത്തിയാളും 4 അനിയത്തിയാൾ, പിന്നെ നാത്തൂന്, എൻ്റെ മക്കൾ, പിന്നെ എല്ലാ പേരക്കുട്ടികളൊക്കെ. ഒരാൾ വന്നിട്ടില്ല, പിന്നെ ആങ്ങളാരില്ല. അപ്പോൾ ബസ് എത്തി. ബർസാത്ത് എന്നുള്ള ബസ്സാട്ടോ അത്. ബർസാത്ത് എന്നുള്ള ബസ്സാണ്. വൈലത്തൂന്നാണ് ബസ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വൈലത്തൂത്ത് ഇപ്പാൻ്റെ ഒരു പെങ്ങളെ വീട് വൈലത്തൂരാണ്. അപ്പോൾ ഒരു പെങ്ങളെ വീട് പറയരങ്ങാടി മലപ്പുറം. ഇതിൻ്റെ അനിയത്തിയാണ്. പിന്നെ അമ്മായിൻ്റെ അമ്മായിൻ്റെ പേരക്കുട്ടികളുണ്ട്. ഒരുപാട് ആളുണ്ട്. എല്ലാവരും ടോട്ടൽ 40-50 അടുത്ത ആൾക്കാരുണ്ട്. 49 സീറ്റിൻ്റെ ബസ്സും. ഇതിൻ്റെ വലിയ അമ്മായിൻ്റെ മോന്, അത് രണ്ടാമത്തെ അമ്മായിൻ്റെ മോന്. ബ്ലാക്ക് കള്ളി ഷർട്ടിട്ട് ആണ് വലിയ അമ്മായിൻ്റെ മോനെ ഉബൈദ് എന്ന് പറയും. ഓനാണ് ഞങ്ങളെ ക്യാപ്റ്റന്. ഓനാണ് എല്ലാം നിയന്ത്രിക്കണം. ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഓനാണ് എല്ലാം നാളായി ആഗ്രഹിച്ചൊരു യാത്രയാണിത്. ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടെ ഇങ്ങനെ ഇപ്പാൻ്റെ പെങ്ങന്മാരും മക്കളും എല്ലാവരും കൂടി ഒരു യാത്ര അടിപൊളിയായിട്ട് ഏതായാലും അടിച്ചു പൊളിച്ച് പോയി. എന്താണെന്ന് വെച്ചാൽ ഇപ്പാൻ്റെയും ഞങ്ങൾ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ഇങ്ങനെ കല്യാണത്തിന് എന്തെങ്കിലുമൊക്കെ കൂടുകയെന്നല്ലാതെ ഇങ്ങനെയൊന്നും വല്ലാതെ കൂടലില്ല. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടി നമ്മളെ ബന്ധം ഒന്ന് പുതുക്കാൻ വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ടൂർ വെച്ചത്. അപ്പോൾ മക്കളെ പാട്ടൊക്കെ നല്ല അടിപൊളി പാട്ട്. ഇതിപ്പോൾ പൊന്നു പാടുട്ടാ. എന്നും കാണും ഞാനാ സന്നിധി. ഉളർന്നലായി വരുമോ കനവാകെ ഇരുമൂടി നെയ്യാകെ നിലമുഴുകി ഇരപകലിയാൻ തേടി എന്നെ കേൾക്കുവാൻ എന്നും കാണും ഞാനാ സന്നിധി. എന്നോളമാവല്ലരി കുളത്തിന്നലായി വരുമോ കടലാകെ ഇരുമൂടി നെയ്യാകെ നിലമുഴുകി ഇരപകൽ. അപ്പോൾ ഞങ്ങൾ 10:30 മണിക്കാണ് 11 മണിക്ക് കയറി ഒരു 4:45 അവിടെ മൂന്നാർ എത്തി. ഫ്രഷപ്പിനുള്ള റൂം എടുത്തതാണ് കേട്ടോ. ഇതാണ് റൂം.
ഇതാണ് ഞങ്ങൾ ഫ്രഷപ്പിന് വേണ്ടി എടുത്ത റൂമാട്ടാ. വരാ, ഇത് ഞങ്ങൾ ക്യാപ്റ്റനാണ് കേട്ടതാ. ഇതാണ് ഞങ്ങൾ നയിക്കണ ആള്. അമ്മയ്യ ഇങ്ങോട്ട് നോക്കി, ഇതാ എൻ്റെ അമ്മായി. ഇത് എൻ്റെ ഒരു അമ്മ, എൻ്റെ അപ്പാൻ്റെ ഒരു പെങ്ങളാണ്. എൻ്റെ മോനാണ് ഓർമ്മ. നമ്മളെ പൊന്നുതാ ഓർമ്മ. ഇങ്ങനത്തെ 5 റൂമുണ്ട് ഇവിടെ, കാണിച്ചു തരാം. അവിടെ 2 റൂം, 2 ബെഡ്റൂം, സെയിം ബെഡ്റൂം. എല്ലാവരും ഡ്രസ്സ് മാറ്റണം. ഇത് റൂം കേട്ടോ. 5 ടോട്ടൽ 5 ബെഡ്റൂം ഉണ്ട്. കണ്ടില്ല, ഏതായാലും അടിപൊളിയായി. നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ പോവാ. ഇതിൻ്റെ അനിയത്തിൻ്റെ മോളാണ്. ഇതൊരു ബെഡ്റൂമേ. ഇതിൻ്റെ അമ്മായിൻ്റെ മോള്, ഓളെ 2 കുട്ടികള്. ഇതൊന്നും അമ്മായി. അമ്മായിനെ പെടുത്താൻ പറ്റുമോ? അപ്പല്ല. ഇതൊരു ബെഡ്റൂമ്. ഇതിൻ്റെ അമ്മായിൻ്റെ മോള്, ഓളെ 2 കുട്ടികള്. ഇതിൻ്റെ അമ്മായി ഇതൊക്കെ. ഇതിൻ്റെ വല്യമ്മായി, ഇതിൻ്റെ വല്യമ്മായിൻ്റെ മോള്, ഓളെ 2 ഇരട്ട കുട്ടികൾ. അത് മരുമോള് അമ്മായിൻ്റെ. ഇതിൻ്റെ ചെറിയ അമ്മായിൻ്റെ മുഖം കാട്ടണ്ടല്ലോ കേട്ടാ. അപ്പം നമ്മൾ ഇതിക്ക് 4:45 5 മണിക്ക് വന്നിങ്ങനെ. അപ്പോൾ ഡ്രസ്സ് മാറാനേ, നിസ്കരിക്കാനേ, കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയതാട്ടോ. ഇനി ഞങ്ങൾ ഡ്രസ്സ് മാറി. ഇതിൻ്റെ ഡ്രസ്സ് ഇതാ, ടോപ്പ്. ഇതിൻ്റെ മുത്തോ, നമ്മളെ മുത്തോ കുട്ടിമോനാ. പല്ലേക്കലും കുളിയും എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. ഏതായാലും നല്ല സൗകര്യമുള്ള റൂമും കിട്ടി. ഇതൊരു ഹോട്ടലാണ്, റൂമും ഇതൊക്കെ ഉള്ള ഒരു ഹോട്ടലാണ് തോന്നുന്നുണ്ട്. എല്ലാവരും ബാഗും ഇതൊക്കെ എടുത്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയതായിരുന്നു. എവിടക്ക പോണേ? എവിടക്ക പോണേ? മൂന്നാറ്. ഇത് എവിടക്ക റഫീഖെ പോണേ? റഫീഖാണ്. ചെറിയ ആൾക്കാരുണ്ട് കേട്ടോ ഈ ബസ്സിൽ. എല്ലാം കഴിഞ്ഞ് വീണ്ടും ബസ് കയറിയാണ്. എന്നിട്ട് ഇനി അടുത്ത് ഹോട്ടലുണ്ട്, അതിന് ഫുഡ് കഴിക്കും. ഞാളാ കേറിക്കൂടി. നിങ്ങളെന്താ കാത്തിക്കണേ? നിങ്ങളൊക്കെ ആരെ കാത്തിക്ക? റഫീക്ക, നിങ്ങളൊക്കെ ആരെ കാത്തിക്ക? ക്യൂ നിക്കണ്ട. അപ്പൊ എന്റെ ഉപ്പാന്റെ പെങ്ങന്മാരും ഫാമിലിയാണ്. ഞാൻ പിന്നെ മുന്നിൽ തന്നെ ഇരുന്നാൽ എന്താണെന്ന് വെച്ചാൽ മുന്നിലിരുന്നാലാണ് നമുക്ക് വ്യൂസൊക്കെ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുള്ളൂ, വീഡിയോ എടുക്കാനൊക്കെ പറ്റുള്ളൂ. ഇപ്പോൾ ബാക്കിൽ എല്ലാവരുടെ ഇടയിൽ നല്ല സംസാരിച്ചടിപൊളിയായിരിക്കുക, പക്ഷെ പുറത്തത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് കയറിയപ്പോഴൊക്കെ പുറത്ത് ബാക്കിൽ തന്നെ ഇരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്ത് മുന്നിൽ വന്നിരുന്നാൽ നല്ല രസം, നമുക്ക് വീഡിയോ എടുക്കാനും ഫുള്ള് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാമല്ലോ.
ഇത് രണ്ടാമത്തെ അമ്മായിൻ്റെ മോനാണ്. ഏതായാലും വല്ലാത്തൊരു അനുഭവമായിരുന്നു. എല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് ഇനിയും പോകണമെന്ന് തോന്നിപ്പോവും അങ്ങനത്തെ ഒരു യാത്ര. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇനി ഇൻഷാ അല്ലാ മഴ ഇല്ലാത്ത വീണ്ടും ഇതാ ഭക്ഷണത്തിന് അവിടുന്ന് ഞങ്ങൾ ചായ കുടിച്ചിട്ടില്ലല്ലോ, ഫ്രഷപ്പ് കഴിഞ്ഞാണ്ട് ഇറങ്ങിയതല്ലേ. ഇനി ചായ കുടിക്കാനും വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് ഇറങ്ങാട്ടാ. ഒക്കെ ബസ്സേരെ കെയറോപ്പിൽ നിന്ന് ഭക്ഷണം 3 നേരം ഫുഡും യാത്രയും അതിൻ്റെ ഫ്രഷപ്പിൻ്റെ എല്ലാം ഓല കെയറോപ്പിൽ നിന്ന്. അതാവുമ്പോൾ പിന്നെ നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഓവർ പൈസയൊന്നും ആയിട്ടില്ല, അത്യാവശ്യം കുറച്ച് പൈസ തന്നെ ആയിട്ടുള്ളൂ. ഒരാൾക്ക് 1100 വെച്ചിട്ടേന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പൈസ റെഡിയാക്കിയത്. ഇതിൻ്റെ ചെറിയ അമ്മായിൻ്റെ മോളും കുട്ടിയാണ് കേട്ടോ. അവരൊക്കെ ഞാൻ എന്നോ കണ്ടത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല വരില്ല, എന്തെങ്കിലുമൊക്കെ കല്യാണം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുക എന്നല്ലാതെ കുറേ ആയിക്കണം അവരൊക്കെ കണ്ടിട്ട്. എല്ലാവരും കൂടി കൂടിയപ്പോൾ എല്ലാവരും എന്താണെന്നറിയില്ല ഭയങ്കര ഹാപ്പിയായി. അമ്മായികളും അമ്മായിൻ്റെ മക്കളും വരുന്നതാണ് രണ്ടാമത്തെ അമ്മായിൻ്റെ മോള്. എല്ലാ അമ്മായിക്കും ഓരോ മക്കളും ഓരോ മോളുള്ളൂ കേട്ടോ. ഒരു മോള്, ഇതൊരു മരോള്, ഇത് അമ്മായിൻ്റെ ഒരു മരോള് ഈ വരുന്നത്. ഇത് നല്ല അത്യാവശ്യം വലിപ്പമുള്ള റെസ്റ്റോറൻ്റ് ആട്ടോ. നമ്മൾ മുത്തോണ നടന്നോണ്, പിന്നെ എൻ്റെ അനിയത്തിയും എല്ലാവരും കൂടി. ഏതായാലും നല്ല അടിപൊളി, ഒരുപാട് ആൾക്കാർക്ക് ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു നല്ല സ്പേസുള്ളൊരു ഹോട്ടലാണ്. അവിടെ ബൊഫേ നമുക്ക് ആവശ്യമുള്ള ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. അടിപൊളി ഫുഡ് ചെയ്യുന്നിട്ടാ. ഫുഡ് എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് കാണാം. ഇതുണ്ടല്ലേ പരന്ന് ഒരുപാട് ആൾക്കാർക്ക് ഒപ്പം നമുക്കൊപ്പം എല്ലാവർക്കും ഒപ്പം ഇരുന്നാണ്. ഇതല്ല കേട്ടോ, ഞങ്ങളിവിടെ അല്ല ഇരുന്നത്, കുറച്ച് ഉള്ളിക്കാണ്. അപ്പോൾ എല്ലാവരും കൈ കഴുകാൻ പോവാണ്. കൈ കഴുകിയതിൻ്റെ ശേഷം എല്ലാവർക്കും ഞങ്ങൾ 43 ആൾക്കാരാണ്. വലിയവർക്ക് ഓരോ പ്ലേറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഓരോ പ്ലേറ്റ്. ഉബൈദ് എന്നാണ് അമ്മായിൻ്റെ മോൻ്റെ പേര്. അവന് എല്ലാവർക്കും പ്ലേറ്റ് ഓരിയൊക്കെ കേട്ടോ. ഓരോ പ്ലേറ്റ് എല്ലാവർക്കും കൂടെ കൊടുക്കും. എന്നിട്ട് ആ കൊടുത്ത പ്ലേറ്റ് ആയിട്ട് എല്ലാവരും ഇങ്ങനെ ഫുഡ് അങ്ങനെ വാങ്ങിക്കാണ്ട് അങ്ങനെയാണ് പോയിട്ട് അവിടെ കസേര ഇരുന്നാണ്ട് തിന്നലാട്ടോ. പ്ലേറ്റ് കിട്ടിയാ അവിടെ എന്നാ വേണ്ടി എന്തല്ലാണ് എനിക്ക് നീ ഒന്നതി എനിക്ക് പൂരി 2 എന്താ അപ്പൊ ഇതെന്താ കടല അതോ എന്താ ബാജി? ആ ബാജി കുറച്ച് തോണത്തി തിന്നുവാ. ഇങ്ങോട്ട് നോക്ക്, ഇതൊക്കെ കൂടി തിന്നുവാ. കറി വേണ്ട? ഓടി ആണല്ലോ. സഞ്ജു മോനിരുന്നോ? പൊന്നോടാ. നമ്മളെ കുട്ടി മോന്തി എന്തെടുത്ത് ഇത് മാത്രം എടുത്തിട്ടുള്ളൂ. പൂരി വേണ്ട? ഇപ്പൊ തിന്നൂട്ടാ. ഇത് റഫീഖ്
റഫീഖിൻ്റെ വൈഫ്, റാഷിദിൻ്റെ മോനെ, റാഷിദിൻ്റെ വൈഫ്, റഫീഖിൻ്റെ അമ്മായിൻ്റെ മക്കളും വൈഫുകളും കേട്ടാ. ഞാൻ എടുത്തത് ഇതാ ഇത് പിന്നെ ബാത്റൂമിൽ പോകാനും വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയതട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ നല്ല അടിപൊളി സ്ഥലം, ഫോട്ടോ എടുക്കാനും ഇതൊക്കെ പറ്റിയ നല്ല ഏരിയ ആണ്. അപ്പോൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് എന്നിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഇതിവിടെ ബസ് ഇറങ്ങിയിട്ട് ഒരു കിലോമീറ്ററോളം നടന്നിട്ട്, 1 കിലോമീറ്റർ ഉണ്ടാവില്ല കേട്ടോ, നടന്നിട്ട് വേണം അങ്ങോട്ട് എത്താൻ കേട്ടോ. ടോപ്പ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു സംഭവമാണ് മക്കളെ. നിങ്ങൾ മൂന്നാർക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങളൊന്ന് പോയി കാണണം. അടിപൊളി ടോപ്പ് സ്റ്റേഷൻ കാണാൻ പോകട്ടെ. മൂന്നാർക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. ഒരുപാട് ആൾ കണ്ടു തന്നെ ആവും, എന്നാലും കാണാത്തവർ
മൂന്നാർക്ക് പോണവരുണ്ടെങ്കിൽ ഒരുപാട് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർ തീർച്ചയായിട്ടും ഇവിടെ പോയാൽ നിങ്ങൾക്കൊരിക്കലും വെറുതെ ആവില്ല. അത്രക്കും അടിപൊളി ഒരു സ്പോട്ടാണിത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും നാളത്തെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. എല്ലാവർക്കും ബൈ ബൈ.